പിന്നെ ചിലോലി ഇവിടെ ഒന്ന് പറയാറുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ എത്രാമത്തെ പേരമകനാണ്. എത്രാമത്തെ പേരമകനാണ് നമ്മളെ ഷേഖ്, നമ്മളെ ഗുരു. ഞാൻ ചോദിച്ചു എന്താ തെളിവെന്ന്. അത് ഇതിലുണ്ട്, മറ്റേ ഉണ്ട്, മറിച്ചുണ്ട്. ഇതൊക്കെ ഇവരെ പറഞ്ഞ് ഷേഖ് പറ്റിച്ചതാ, കാണിച്ചു കൊടുത്തിട്ടൊക്കെ. അതാണ് ഇവിടെ ഒന്ന് വെളിവണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി വെളിവായി, റസൂലുള്ളാഹിയുടെ വെളിവായി. ആ റസൂലുള്ളാഹിയുടെ പേരമകനാന്ന് പറയുമ്പോൾ മക്കൾ ഉണ്ടാവും, അല്ലേ? സന്താന പരമ്പരയാണ്. ആ റസൂലുള്ളാഹി വഫാത്തായി മറിഞ്ഞപ്പം തന്നെ ഖലീഫ ആര് വരണം എന്നുള്ളതിന് തർക്കമായി. മരിച്ചാൽ ഉടനെ മയ്യത്ത് മറവാണെന്നാ പഠിപ്പിക്കുന്ന ഇസ്ലാം, അല്ലേ? മണിക്കൂറുകളെ കൊണ്ട്. ആ പറഞ്ഞ നേതാവിന് 3 ദിവസം കഴിഞ്ഞിട്ടാണ് മറമാടിയത്. പഠിപ്പിച്ച ആള്, നിർദ്ദേശിച്ച് പഠിപ്പിച്ച ആൾ മറവ് ചെയ്ത്. ഇപ്പൊ നമ്മള് പറഞ്ഞ പെട്ടെന്ന് മറവ് ചെയ്യണം. ഇവരെല്ലാരും അങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പൊ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരും വരാണ്ടെങ്കിൽ കാത്തു വെച്ചോണ്ടിട്ടോ വെക്കണം. പിന്നെ ഒന്നും ആക്കണ്ട, ആരായാലും. അവര് വരാണ്ടെങ്കിൽ അവരെ കാത്ത് വെക്കണം. ഇപ്പൊ അതിന് ബോക്സൊക്കെ ഉണ്ടല്ലോ, അല്ലെ? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടായ അങ്ങനെ റസൂലുള്ളാഹി വഫാത്തായി. പിന്നെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ഇവരെല്ലാം വിശ്വാസികളാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് ദൃശ്യമായ മക്കളല്ല. പിന്നെ റസൂലുള്ളാഹിയുടെ മകൾ ഫാത്തിമ, ഒരു പെൺകുട്ടിയാണ് ഫാത്തിമയുള്ളത്. പിന്നെ ഫാത്തിമയുടെ ഭർത്താവുണ്ട് അലി. റസൂലുള്ളാഹിയോടൊപ്പം ചെറുപ്പത്തിലെ റസൂലുള്ളാഹിയോടൊപ്പം കൂടി മുന്നേറിയ കുട്ടിയാണ് അലി. അലിക്ക് റസൂലുള്ളാഹി അപ്പപ്പുള്ളതെല്ലാം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്നേഹപ്പെട്ട തൻ്റെ മുത്താപ്പൻ്റെ മകനുമാണ്, റസൂലുള്ളാഹിയുടെ ഒപ്പം തന്നെയാണ്. അതുകൊണ്ട് എല്ലാം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അലിക്ക് ധാരാളം യാഥാർത്ഥ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഈ അലീനെ, അതുകൊണ്ടാണ് അലീനെ ഫാത്തിമക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. കാരണം അലിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആ യാഥാർത്ഥ്യത്തെ അറിയുന്നത്. മറ്റുള്ളവർക്ക് അതുപോലെ അറിയണമെന്നില്ല. അങ്ങനെ ആ ഫാത്തിമയിലും അലിയിലും ഉണ്ടായ റസൂലുള്ളാഹിന്റെ സന്താന പരമ്പരകളാ ഹസൻ, ഹുസൈൻ. ഇവരെല്ലാവരെയും കൊന്ന് മുആവിയയും മക്കളും. ഫാത്തിമയെ തീയിട്ട് കൊന്ന്, വീടിന് തീ കൊടുത്ത് കൊലപ്പെടുത്തി. അലിയെ കൊന്ന്, ഹസൈൻ ഹുസൈനെയും കൊന്നു. പിന്നെ ഏതിലോ മക്കൾ അതിന് ഉരുത്തിരിഞ്ഞ് വന്ന് എന്ന് പറഞ്ഞാൽ അതും പൊക്കി പിടിച്ചിട്ടാണ് ആ താബിയാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. പേരമക്കളെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല, എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ ഈ കാഴ്ച, അറിവ്, അനുഭവത്തിൽ, യാഥാർത്ഥമായ ബോധ്യതയിൽ, സാക്ഷാത്കാരത്തിൽ എൻ്റെ പേരമക്കൾ ആരാന്നറിയോ? എൻ്റെ ശരീരത്തിലും ബീജത്തിലൂടെ ഉണ്ടായ മക്കളല്ല. ഞാൻ കണ്ടും പറഞ്ഞും അനുഭവിച്ചു കൊണ്ടും ഇരിക്കുന്ന അർദ്ധനരീശ്വരന ശിവനും ലാ ഇലാഹും പ്രപഞ്ചമെന്ന ഈ യാഥാർത്ഥ്യം പൂർണ്ണമായി കണ്ടറിഞ്ഞ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ പകർന്നെടുത്ത, ഈ പൂർണ്ണത പകർന്നെടുത്തവനാണ് എൻ്റെ അനന്തരാവകാശം. അല്ല ശരീരത്തിൻ്റെ മക്കളല്ല. ഇതാണ് യഥാർത്ഥം, ഇതാണ് വേണ്ടത്. അല്ലെങ്കിൽ ഞാനുണ്ടാക്കിയ സമ്പത്തും ഈ അറിവും അതിനെ രാജവംശത്തെ പോലെ, രാജാക്കളെ പോലെ ഈ അവകാശം നിലനിർത്താൻ, പകർന്നെടുക്കാൻ വേണ്ട മക്കൾ സന്താന പരമ്പരകളല്ല നമുക്ക് വേണ്ടത്. ആരാണ്? എൻ്റെ ബീജത്തിൽ നിന്നുണ്ടായ എൻ്റെ മക്കളുടെ സന്താന പരമ്പരകളല്ല എൻ്റെ പാരമ്പര്യം. ഈ സമ്പത്തും അറിവും അറിവിൽ നിന്നുണ്ടായ സമ്പത്തും നിലനിർത്താനുള്ളത്.
ഈ എൻ്റെ പൂർണ്ണമായ അറിവ് ആര് പകർന്നെടുത്തോ, ആരിലാണോ അവരാണ് എൻ്റെ സ്ഥാനത്തേക്ക് ഈ ജനങ്ങളെ ഉത്ബോധനത്തിനായി ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ, യാഥാർത്ഥ്യം പകർന്നു കൊടുക്കാനുള്ളവൻ അല്ലേ? അവനല്ലേ ഈ പൂർണ്ണത പകർന്നു കൊടുക്കാൻ കഴിവുള്ളവൻ. അവനല്ലേ അവകാശി. അല്ല എൻ്റെ വേറെ ഏതെങ്കിലും മക്കളോ ആണോ? ശരീരത്തിൻ്റെ മക്കളല്ല ആവശ്യം. ഇതാണ് യാഥാർത്ഥ്യം ആയിരിക്കേ പിന്നെ നിങ്ങൾ അനന്തരാവകാശമായിട്ട് പോകുന്നത് ഇവിടെ പ്രശ്നമില്ല. റസൂലുള്ളാഹിന്റെ അനന്തരാവകാശിയാന്ന് പറഞ്ഞു. ഞാനാണ് റസൂലുള്ളാഹിന്റെ അനന്തരാവകാശി. അലിയാണ്, ഹസൻ ഹുസൈൻ ആയിരുന്നു. അവര് മക്കളുണ്ടോന്ന് എനിക്കറിയില്ല, എനിക്ക് ബോധ്യതയില്ല. പിന്നെ അനന്തരാവകാശി നമ്മൾ കാണുന്നത് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി. എന്താണ് അനന്തരാവകാശം? ആ പൂർണ്ണതയിലേക്ക് ചെന്ന് പൂർണ്ണനായവനാണ് അനന്തരാവകാശി. അതാണ് അഹമ്മദ് കബീർ, അതാണ് അജ്മീർ ഖാജ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന മമ്പറ സൈലവി തങ്ങള്, മഹദൂം തങ്ങള്. ഇതുപോലെ ഉള്ളവരും ഞാനും അതാണെന്നിതാ നിങ്ങളോട് ലോകത്തോട് പറയുന്ന ഞാൻ സങ്കല്പം അല്ല പറഞ്ഞത്. എനിക്ക് പ്രപഞ്ചനാഥൻ കാണിച്ചും അറിയിച്ചും അനുഭവിച്ചും എന്നെ അതാക്കി തീർത്തത് ഞാൻ നിങ്ങൾക്ക് പുറം കണ്ണിൽ കാണിച്ചും അറിയിച്ചും വരച്ചും ബോധ്യപ്പെടുത്തി തീർന്നതാണ്, ഊഹമല്ല. അതുകൊണ്ട് ആ തിട്ടമാണ് ഞാൻ ലോകത്തോട്, ലോക ജനതയോട്, കോടികളായ ജനങ്ങളോടാണ് ഈ പറയുന്നത്. അപ്പോൾ അനന്തരാവകാശം എങ്ങനെയാണ് വരേണ്ടത്? എൻ്റെ ഈ പൂർണ്ണത, അർദ്ധനാരീശ്വരൻ്റെ ശിവനും ഇലാഹും പ്രപഞ്ചം എന്ന പൂർണ്ണത, ആ സൃഷ്ടികർമ്മങ്ങളും രാജാധിപത്യ രഹസ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പൂർണ്ണമായി ആര് പകർന്നെടുത്ത് ആരാണോ എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് അവനാണ് അവകാശി. അവനക്കാണ് ഈ ചെങ്കോൽ കൊടുക്കുന്നത്, ആണോ? അല്ലാതെ എൻ്റെ മക്കള് ഒന്നുമല്ല. ഇത് എൻ്റെ ഈ പൂർണ്ണത അവകാശം. ഞാൻ ഈ പ്രപഞ്ചമാണ്. ആ സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റു ഗോളാവയങ്ങളെല്ലാം ചേർന്നല്ല ഒരു ശരീരമെന്ന പോലെ ദൈവസ്വരൂപമായ പ്രപഞ്ചമെന്ന ദൈവസ്വരൂപമായ ആ പൂർണ്ണതയാണ് ഞാൻ, പൂർണ്ണമായിരിക്കുന്നവൻ. എന്നിട്ട് എൻ്റെ ശരീരത്തിൽ ഈ സ്വരൂപത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം 100 ജ്യോതി തന്നെ ബീജമായി വന്നുകൊണ്ട് എൻ്റെ ചുരുരൂപത്തിൽ ദൃശ്യമായ ഞാൻ അവതരിച്ച, അതായത് പ്രപഞ്ചമെന്ന അർദ്ധനാരീശ്വരനായ ശിവനെന്ന ഇലാഹായ ഞാൻ തന്നെ എൻ്റെ ബീജത്തിലൂടെ ഞാൻ പുനർജനിച്ച എൻ്റെ അവതാരമാണ്, എൻ്റെ സ്വരൂപമാണ്. അറബിൽ ലാ ഇലാഹിൽ എന്ന് പറഞ്ഞ ഇല്ലല്ലയും അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്നും പറയുന്നത്. അതാണ് ഉപനിഷത്തിലൂടെ അർദ്ധനാരീശ്വരനായ ശിവഗർഭത്തിലേക്ക് വന്ന ശിവൻ പുനർജനിച്ചുള്ള ശിവാവതാരം എന്ന് പറയുന്നത്. അതാണ് പ്രപഞ്ചത്തിൽ നിന്ന് പിറന്ന പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ പ്രപഞ്ചത്തിൻ്റെ ചെറുപതിപ്പായ ശാസ്ത്രം മനുഷ്യൻ എന്ന് പറയുന്നു. ഞാൻ മനുഷ്യനെന്ന് പറയില്ല, മനുഷ്യനില്ലാതാവണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം മനുഷ്യനെന്ന് നമ്മുടെ ധാരണയാണ്. ആ അദൃശ്യനായ പ്രപഞ്ചനാഥനാണ് തൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ജ്യോതി പ്രകാശമായി ദൃശ്യമാവുകയും ആ പ്രകാശവിത്ത് മുളച്ച് വളർന്ന് രൂപാന്തരപ്പെട്ട അർദ്ധനാരീശ്വരനായ ശിവസ്വരൂപവും ഇലാഹും പ്രപഞ്ചവുമായി ദൃശ്യമായതും അദൃശ്യനായ ദൈവത്തിൻ്റെ സ്വരൂപമാണ്. ആ സ്വരൂപത്തെ കാണാത്തവൻ ദൈവത്തെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ അവൻ ദൈവമാണ് ഈ സ്വരൂപമായി ദൃശ്യമായതെന്നും അതെങ്ങനെയെന്നും അറിയാത്തത് കൊണ്ടാണ്. എന്നിട്ട് ദൈവസ്വരൂപത്തിൻ്റെ ശരീരത്തിൻ്റെ ഈ സ്വരൂപത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് വിത്തിട്ട മുളക്കുന്ന ഭൂമിയിലേക്ക് ഈ പ്രകാശം ജ്യോതി തന്നെ ബീജമായി വന്നുകൊണ്ട് എൻ്റെ ചെറുരൂപത്തിൽ ദൃശ്യമായ എൻ്റെ സ്വരൂപമാണ് നിങ്ങൾ മനുഷ്യനെന്ന് വിളിക്കുന്നത്. ദൈവസ്വരൂപമാണ്, ആ ഇലാഹിൻ്റെ സ്വരൂപമാണ്. ഇലാഹ് തന്നെ പുനർജനിച്ചുള്ള എൻ്റെ സ്വരൂപമാണ്. അതിനെയാണ് ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ല അല്ലാ എന്നും അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നും പറയുന്നത്.
ഇത്രയും വ്യക്തമായി കാണിച്ചും അറിയിച്ചും അനുഭവിപ്പിച്ചും നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു, ലോകത്തിന് വ്യക്തമാക്കി തരുന്നു. ഞാൻ മുന്നിലുള്ള ഈ 10 ആളോടല്ല സംസാരിക്കുന്നത്, ഞാൻ ലോകത്തോടാണ് സംസാരിക്കുന്നത്. ഇതാ വീഡിയോ ലോകത്തിനാണ് വിട്ടുകൊടുക്കുന്നത്. ഇത് നിങ്ങൾ ലോക ഭാഷയിലേക്ക് ഭാഷാ വിവർത്തനം ചെയ്ത് ലോകത്തിന് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടത്. മാത്രമല്ല ഈ അദൃശ്യനായ ഈശ്വരൻ അല്ലാഹു അല്ല, ദൈവം ഭഗവാൻ അദൃശ്യതയിൽ നിന്ന് തൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ജ്യോതി പ്രകാശമായി അദിയിൽ ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് വിത്ത് മുളച്ച് വളർന്ന് രൂപപ്പെടുന്ന പോലെ ഈശ്വരന ശിവനും ഇലാഹും പ്രപഞ്ചവുമായി ദൃശ്യമാക്കി ഗ്രാഫിക് ആരെങ്കിലും ചെയ്യാൻ ലോകത്തിലുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി ഉണ്ടാക്കി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും ഗ്രാഫിക്കിലൂടെ കഴിയെങ്കിൽ വരിക, നമ്മൾക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം ലോകത്തിന്. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാതെ തോന്നുന്നവരൊക്കെ അവരുടെ സങ്കല്പവും നിഗമനവും ഒക്കെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് ജനം വട്ടം കറങ്ങുകയാണ്. പല മതത്തിലൂടെയും ഗുരുക്കന്മാരിലൂടെയും ഒക്കെ യഥാർത്ഥത്തെ രൂപഭാവങ്ങൾ അറിയാതെ പിടികിട്ടാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജനത, ഇവർക്ക് പെട്ടെന്ന് ആ രൂപത്തെ അദൃശ്യതയിൽ നിന്ന് പ്രകാശമായും പ്രകാശ രൂപാന്തരപ്പെട്ട് മുളച്ച് അർദ്ധനാരീശ്വരന ശിവനും ഇലാഹുമായി രൂപപ്പെട്ട് ദൃശ്യമായി വന്ന ആ രൂപത്തെയും ആ രൂപത്തിലൂടെ സകലമായ സസ്യപക്ഷി ജന്തുമൃഗാദികളും മനുഷ്യനും എന്ന രൂപത്തിൽ ദൃശ്യമായ പ്രപഞ്ചനാഥനെ കാണിച്ചും മറിച്ചും കൊടുക്കാൻ നമുക്ക്